ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ അന്ന് മുന്നേ ഒരു മാസത്തിന് മുന്നേ എൻ്റെ ആടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം നിങ്ങൾ പറഞ്ഞില്ല അതിനകത്ത് ടൂണ് വന്നതുകൊണ്ട് ഒന്ന് കേൾക്കാൻ പറ്റുന്നില്ല എന്ന്. എന്ന് നിങ്ങൾ എൻ്റെ കാര്യങ്ങളല്ലേ കേൾക്കുന്നത്, എന്ന് എൻ്റെ ആടിനെ കുറിച്ച് നിങ്ങളൊന്ന് കേൾക്കണേ. ഇതാണ് എൻ്റെ ആട്. ഇവൾക്കൊരു പേരുണ്ട് കറമ്പീന്ന് കേട്ടാ. പ്രസവിച്ചിട്ട് ഒരു മാസത്തിന് മേലെ 1.25 മാസമായി. ഞാൻ ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ മക്കളെ. കുളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇവരെ ഒന്ന് അഴിച്ച് കെട്ടാമെന്ന് വിചാരിച്ച്. നിങ്ങൾക്ക് എൻ്റെ മക്കളെ കാണണ്ടേ, ആമിനായ അബൂനെയും കാണണ്ടേ? അവരൊക്കെ പുല്ലൊക്കെ പറിച്ച് തിന്ന് മേയുന്നുണ്ട. ഇവിടെ അപ്പുറത്ത് കാടുള്ളൊരു പ്രദേശമാണ് കണ്ട. അബുവേ ബാ 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 പൊന്നാ ബാ അണ്ട പറിച്ച് തിന്നുന്നുണ്ട അവർ. രാവിലെ അവർക്ക് ഞാൻ തോലൊന്നും കെട്ടിയില്ല, അവരാണ് ഇവിടെ വെളുപ്പിച്ചിട്ടേക്കുന്നത്. ഇനി ആടിനെ അഴിച്ച് ഇങ്ങോട്ട് കെട്ടും. പിന്നെ ഇത് ആൺകുട്ടിയാണ്. അവൻ്റെ ഇത് കണ്ട വളർച്ച. പെൺകുട്ടി ഉണ്ടോ? പെൺകുട്ടി ആൺകുട്ടീനെ അപേക്ഷിച്ച് കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ആടിനെ മേടിക്കുമ്പം എല്ലാവരും നോക്കുന്നുണ്ടെന്നറിയാമോ? മോന്തോ വരുന്നത്. ഒരാണും ഒരു പെണ്ണും ചെരുപ്പില്ലേ പൊന്നാ, ഒരാണും ഒരു പെണ്ണും മേടിക്കുമ്പോഴത്തേക്ക് നല്ല പാലുള്ള ആട്, പാല് കുടിച്ച് വളർന്ന ആടിൻ്റെ കുട്ടികളെ നോക്കി വാങ്ങണം. അപ്പോഴേ നല്ല കൊഴുപ്പ് കാണുകയുള്ളൂ. നമുക്ക് നിർത്താൻ വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ. പിന്നെ ഒരാടിനെ മേടിക്കുമ്പം ആദ്യമായിട്ടാണ് ഒരാൾ ആടിനെ മേടിക്കണമെന്നെങ്കിൽ ഒരു നിറച്ചനെ ആടിനെയോ, അതായത് ഗർഭിണി ആടിനെയോ, അല്ലെങ്കിൽ ആടും കൊച്ചും, അതായത് പ്രസവിച്ച് ഒരാഴ്ചക്കകത്തുള്ള, കാരണം അവർ 5-6 മാസം നിർത്തുമ്പോഴത്തേക്ക് അവരെ കൊടുക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടും. പിന്നെ വിര ഇളക്കണം ആടിന്. എൻ്റെ ആട് അത്യാവശ്യം കുറച്ച് പ്രസവിച്ച് കഴിഞ്ഞ് കുറച്ച് മോശപ്പെട്ട്, അതായത് പാലുള്ളത് കൊണ്ടേ ഗർഭിണിയാകുമ്പോൾ നല്ല നന്നാവും. പിന്നെ നമ്മൾ മേയുന്ന ആടിനെ നോക്കി മേടിക്കണം കണ്ട. ഇതാകുമ്പോൾ നമുക്ക് അധികം തോല് കെട്ടണ്ട, ഏതെങ്കിലും കാട്ടിലൊക്കെ കൊണ്ടുവന്ന് കെട്ടിക്കൊടുത്താൽ മതി. അതായത് നോക്കണം, പാമ്പിൻ്റെ ശല്യം ഇതൊക്കെ മൊത്തം കാടാണ് കണ്ട. അപ്പോഴിവർ മേയും, വലിയ കുഴപ്പമില്ല. എൻ്റെ വീട് മുകളിലോട്ടാണ്. പിന്നെ കൈയൊന്നും വൃത്തിയാക്കിയില്ല മക്കളെ, ജോലി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ഇനി കുളിക്കണം. കുഞ്ഞു മോനെയും കൊണ്ടാണ് പോയത്. പിന്നെ ഞാൻ രാവിലെ ഇവിടെ പാല് കറന്നെടുക്കും, വൈകിട്ട് കവർ പാലിടും. പിന്നെ പൂച്ചെടി ഇല്ലേ, അതൊക്കെ കഴിക്കുക. പിന്നെ അവരില്ലേ, ഇവൾക്ക് 21-ൻ്റെ അന്ന് വരെ മരുന്ന് കൊടുത്ത്, വരേരെ ഗുളികയാണ് കൊടുത്തത്. അവർക്ക് കൊടുത്തില്ല, അവർക്ക് കൊടുക്കണമായിരുന്നു. അപ്പോഴും മഴ പരുവായിരുന്നു, അങ്ങനെ കൊടുത്തില്ല. ഇത് കരോളി ക്രോസാണ്, ബീറ്റൽ ക്രോസിൻ്റെ ആടും കരോളി ക്രോസാണ് മക്കളെ. ആട് ഇടിച്ചിടും. പിന്നെ എൻ്റെ വീടിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരെന്നെ വിളിച്ചിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ എനിക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഗൂഗിൾ പേ നമ്പർ ഇതിനകത്തും വെക്കും. കാരണം എനിക്കൊരു വീട് ആയാൽ അൽഹംദുലില്ലാ ഇതുവരെ വീടിൻ്റെ പണി സ്റ്റാർട്ടായിട്ടില്ല. നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് നിർത്തി ഇട്ടേക്കുകയാണ്. പിന്നെ ആടിനെന്ന് പറഞ്ഞാൽ നമ്മൾ ലിവർ ടോണിക്കൊക്കെ കൊടുക്കണം. അതായത് പ്രസവിച്ച് കഴിഞ്ഞ ആടിന് ലിവർ ടോണിക്ക് കാര്യങ്ങൾ വരെ ഇളക്കിയതിന് ശേഷം അതൊക്കെ കൊടുക്കണം. എൻ്റെ ആട് കണ്ട ബീറ്റൽ ക്രോസിൻ്റെ ആടാണ്. ഇനി ഇവരെ ഞാൻ ഇൻഷാ അല്ലാഹ് സ്കൂൾ തുറപ്പിൻ്റെ ടൈമിന് കൊടുക്കും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ബുക്ക് ബാഗൊക്കെ മേടിക്കാനേ എല്ലാം ആവും. അങ്ങനെയാണ് നിർത്തിയേക്കണം. നോക്കട്ടെ, എൻ്റെ മസറൂറാരതാണ് ആ പെൺകുട്ടി കേട്ടാ. അവൾ കൊടുക്കാൻ സമ്മതിക്കില്ല. അവൾ മേഞ്ഞ് തിന്നും, പക്ഷേ അവൾ പുണ്ണാക്ക് കുടിക്കില്ല. ക്രാക്കുട്ടി പുണ്ണാക്ക് കുടിക്കുക. അതുകൊണ്ട് അവനിക്ക് അത്യാവശ്യം അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ല. പിന്നെ ഇവർ മേഞ്ഞ് തിന്നാകുമ്പോഴത്തേക്ക് നല്ല വയറ് വേപ്പിക്കും. അതുകൊണ്ട് നമുക്ക് വലിയ തോലെടുപ്പിൻ്റെ ഒന്നുമില്ല. ജോലി കഴിഞ്ഞിട്ട് ഞാൻ ഒരു പിടി തോലൊടിച്ചുകൊണ്ട് വരും, അവർക്ക് രാത്രി വിശപ്പിനൊന്ന് അയവെട്ടാൻ വേണ്ടിയേ. പിന്നെ ആടിനെ വളർത്തുന്നത് നല്ല സന്തോഷമാണ്, മനസ്സിന് കൂളാണ്. കാരണം എന്ന് വെച്ചാൽ അവരെ കൂടെ ചിലവഴിക്കുമ്പോൾ നമ്മളെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ പോവും. പിന്നെ ആട് ഒരു കാര്യമുണ്ട്, നമുക്ക് പാലൊക്കെ കറക്കാനൊക്കെ അറിയാമെങ്കിൽ അതാണ് നല്ലത്. കറക്കാൻ അറിയണം അങ്ങനെയൊന്നുമില്ല, പിഴിഞ്ഞാൽ നല്ല നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പാലെടുക്കാൻ പറ്റും. ഒന്നും നമ്മൾ പഠിച്ചുകൊണ്ടല്ലല്ലോ വരുന്നത്. ഞാൻ ആദ്യം ഈ മോനെ ഗർഭിണിയായിരുന്നപ്പോഴേ ഒരു പെൺകുട്ടിയെ മേടിച്ച് വളർത്തിയതാണ്, ആമിന എന്ന് പറഞ്ഞാൽ. അവളെ പോലത്തെ ഒരു വെള്ളയിൽ പുള്ളിയുള്ളത്, അവളെ പോലത്തെ ഒരു കുട്ടി എനിക്ക് പിന്നെ കിട്ടിയിട്ടേ ഇല്ല. പിന്നെ എൻ്റെ ഈ ഷോർട്ട് വീഡിയോയിൽ കിടപ്പുണ്ട് ഈ മറ്റേ ഈ കുട്ടികളെ ഇല്ലേ, അതിൻ്റെ ആണിനെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ കരോളി ബീറ്റൽ ക്രോസ് മുട്ടനായിരുന്നു. പിന്നെ മോൻ പില്ല് പറിച്ചു കൊടുക്കുമ്പോൾ അവൾ തിന്നുന്നുണ്ട്. അവൻ എന്തൊരു പറിച്ചു കൊടുത്താലും അവൾ കഴിച്ചോളും. അതിനിപ്പോൾ പൂച്ചെടിയാണെങ്കിലും. കാരണം അങ്ങനെയാണ്, ജനിച്ചപ്പോഴേ അവൻ ആടിനെ കണ്ട് വളർന്നുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ആട്. പിന്നെ
വയറ് വീത്തതല്ല, ആട് തുമ്മിയപ്പോൾ പറയുന്നു വയറ് വീത്തെന്ന്. പിന്നെ ഈ കുട്ടികൾക്ക് ആടിനും നമ്മളോടെയും ഭയങ്കര കാര്യം, നമ്മളെ പുറത്ത് ചാടി കയറുകയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി, നമുക്ക് ജോലി ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് നേരത്തെ വന്ന് ആരൊക്കെയോ വിളിച്ചേക്കുന്നു, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പോഴും പറയുന്നുണ്ട്, 1:30 മണി കഴിഞ്ഞതിന് ശേഷമേ വിളിക്കാവൂ. ചെരുപ്പൊന്നും ഇട്ടില്ല. ഇന്ന് തോട്ടത്തിൽ വെച്ച് പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ച് മൊത്തം വെള്ളമായി. പിന്നെ ഷർട്ട് ഊരി തോട്ടത്തിലിട്ട് അവിടെ കിടന്ന് ഉരുണ്ട്. പിന്നെ ഞാൻ എടുത്ത് ഉടുപ്പിൻ്റെയൊക്കെ കോലം കണ്ട തോട്ടത്തിൽ കിടന്ന് ഉരുളണത്. ചെരുപ്പ് മേടിച്ചു കൊടുത്താൽ ചെരുപ്പ് ഇടൂല അവൻ. അങ്ങനെയൊക്കെ ഉള്ള കാര്യം. പിന്നെ വീട് അൽഹംദുലില്ലാ ആയാലും എനിക്കൊരു സന്തോഷവും സമാധാനവും ഉണ്ട്. പിന്നെ ഇനി വൃത്തിയായി കുളിക്കണം മക്കളെ. കാലും കൈയും മൊത്തം റബ്ബറും കറയാണ്. ഇനി ഇതൊക്കെ കുളിച്ച് വൃത്തിയാക്കി എടുക്കണം. കാരണം ഈ ചെറിയ നമ്മുടെ ദേഹത്ത് ചെറിയ ഇത് കാണുമല്ലോ, അത് നമുക്ക് എടുക്കുമ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ പെട്ടെന്ന് ഇളാവും. പിന്നെ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുവാണ് ഈ റബ്ബറും കറ. അതുകൊണ്ട് നമുക്ക് വൃത്തിയാക്കിയാലേ പറ്റൂ. പിന്നെ ഈ വീഡിയോ ഞാൻ ഉച്ചയ്ക്കാണ് എടുക്കുന്നത്, വൈകിട്ടേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. കാരണം എല്ലാ വീഡിയോസും ഞാൻ വൈകിട്ടാണ് അപ്ലോഡ് ചെയ്യണത്. ഇനി അവൾക്ക് ഞാനിപ്പം ലിവർ ടോണിക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇവരെ ഇളക്കിയതിന് ശേഷം കുട്ടികൾക്കും കൊടുക്കും. പിന്നെ ഞാൻ പുളിയരി, തവിട്, കപ്പലണ്ടി പിണ്ണാക്ക്, പരുത്തി എല്ലാം കൂടെ മിക്സാണ് ഞാൻ കൊടുക്കുന്നത്. അതാകുമ്പോൾ കുഴച്ച് നല്ല കണക്ക് കൊടുക്കാം. അവർ തിന്നുകയും ചെയ്യും. ഓരോ ആട്ടിനും ഓരോ രീതിയാണ്. പിന്നെ ഞാൻ പില്ലറ്റൊന്നും കൊടുക്കൂല കേട്ടോ ആടിനെ. പിന്നെ അത്യാവശ്യം പാലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ല ബ്ലാക്ക് കറുത്ത ആടുകൾക്ക് മറ്റുള്ള ആടിനെ അപേക്ഷിച്ച് പാല് കൂടുതലാണ്. പിന്നെ ആടിനിപ്പോൾ അത്യാവശ്യം നല്ല റേറ്റുണ്ട്. ഒരാടിനെ മേടിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും ഞാൻ പറഞ്ഞു, ആദ്യം ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും മേടിച്ച് വളർത്തി ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് അവരെ അങ്ങ് കൊടുത്തിട്ട് ഒരാടിനെ മേടിക്കണം. അപ്പോൾ ആ ആടിനെ പിന്നെ പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ ചെറിയ വയ്യായ്മയൊക്കെ വരും ഇടയ്ക്കൊക്കെ. അത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടറിനെ വിളിച്ചിട്ട്, ഡോക്ടറെ വിളിച്ചിട്ട് കാര്യം തിരക്കി അതനുസരിച്ച് മരുന്ന് കൊടുക്കാം. പിന്നെ ഒരു കാലാവസ്ഥയിൽ നിന്ന് മറ്റു കാലാവസ്ഥയിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ 2 ദിവസം ആടിന് ജലദോഷം അങ്ങനെയൊക്കെ വരും. അതൊന്നും വിഷയമില്ല. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ മടത്തറയിൽ നിന്ന് എടുത്ത ആടാണ്. പിന്നെ ഇപ്പോൾ അവളിത്തിരി മോശപ്പെട്ട് നിൽക്കുന്നുണ്ടോ, അത് ഈ പാലുള്ളത് കൊണ്ടാണ്. ഞാൻ കുളിപ്പിക്കും, ഒന്നിരാടം കുളിപ്പിക്കും. ഇന്നലെ കുളിപ്പിച്ച് മക്കളെ ഞാൻ ഒരാഴ്ച കഴിയുമ്പോഴേക്കേ കുളിപ്പിക്കുള്ളൂ. പിന്നെ ചൂട് കൂടുമ്പോൾ നമ്മൾ കുളിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഇവളെ പേര് കറമ്പി എന്നാണ്. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇതെനിക്കൊരു സന്തോഷമാണ്. ആടൊരു ബർക്കത്തുള്ള ജീവിയാണ്. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ആടിനെ വളർത്തിക്കൊണ്ട് ഒരാളും ഒരിതും ഉണ്ടാവില്ല, അതായത് ഒരു നഷ്ടവും ഉണ്ടാവില്ല ഇപ്പോഴും. കാരണം ഒരാട് നമുക്ക് വേസ്റ്റായി പോണ കഞ്ഞോളം കാര്യങ്ങൾ ഒക്കെ കൊടുക്കാം. പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിക്കഞ്ഞി, അരിയും പുളിയരിയും കൂടെ ഇട്ട് വേവിക്കണം. പുളിയരി വേവിക്കുമ്പോൾ ഉപ്പിടരുത്, അല്ലെങ്കിൽ 2 ദിവസം ഇരിക്കും. അരിയും ചോറും കൂടെയാണ് വേവിക്കണമെങ്കിൽ 2 ദിവസം ഇരിക്കും. പിന്നെ കുറച്ച് ചൂടാക്കി പിണ്ണാക്ക് കൊടുക്കണം. ആടിനെ വളർത്തുന്നത് നല്ലതാണ്. മുന്നേ വിലയില്ലായിരുന്നു, ഇപ്പോൾ ആർക്കും ആടിനെയൊന്നും വളർത്താൻ വയ്യ. ഇപ്പോൾ പാവങ്ങളെ പെട്ടിയിൽ എന്നും പണം ഇരിക്കും പോലെയാണ് ആടിനെ മുമ്പ് വളർത്തണമെന്ന് ഉമ്മച്ചിമായൊക്കെ പറയുമായിരുന്നു. പിന്നെ ഇൻഷാ അള്ളാ വൈകിട്ട് ഇപ്പം നേരത്തെ വീഡിയോ പിടിച്ചിട്ടേക്കണത് വൈകിട്ട് തൊട്ട് ഒരു 5 ജുസ് ഓതാറുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വൈകിട്ട് നിൽക്കാണ്ട് ഇപ്പം തന്നെ പിടിച്ച് വീഡിയോ ഇട്ടത്. പിന്നെ എന്തൊക്കെയാണ് മക്കളെ വിശേഷം? ആട്ടുംപാൽ കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ല ഗുണമാണ് കേട്ടോ. ഈ കുടലൊക്കെ കട്ടി കുറഞ്ഞ കുട്ടികളില്ലേ, അവർക്കൊക്കെ ഈ ആട്ടുംപാൽ നല്ലതാണ്. എപ്പോഴും മേയുന്ന ആടിനെ നോക്കി മേടിക്കണം. ഈ ഫാമിൽ നിന്ന് ഒരിക്കലും ആടിനെ മേടിക്കാൻ ശ്രമിക്കരുത്, വേറൊന്നും കൊണ്ടല്ല. പിന്നെ പ്ലാന്തോലൊക്കെ കിട്ടി സിറ്റിയിലോട്ടാണെങ്കിലും ഓക്കെ. ഇതൊക്കെ ആകുമ്പോൾ തറയുന്ന പുല്ലൊക്കെ പറിച്ച് തിന്നും. പിന്നെ എല്ലാവർക്കും സലാം പറഞ്ഞോട്. അസ്സലാമലൈക്കും. പോക്കറ്റിലൊക്കെ കണ്ടാക്കളെ പൂവൊക്കെ പറിച്ച് നിറച്ച് വെച്ചേക്കാണ്. കാട്ടുപൂതണ്ട്, ഈ പയറിൻ്റെ പൂവുണ്ടല്ലേ അതൊക്കെ. എൻ്റെ ക്ടാക്കിട്ടിയൊക്കെ ഉണ്ട്, മാഷാ അല്ലാ അല്ലേ. പിന്നെ പെൺകുട്ടി അത് കൊമ്പൊക്കെ വന്നു തുടങ്ങി മക്കളെ. ആമിനാന്ന് വിളിച്ചാൽ മതി, നല്ല സ്നേഹമാണ്. പിന്നെ അവനെ അബുന്ന് വിളിക്കും, അത് ആമിന. മസ്റൂറ ഇട്ട പേരാണ് കേട്ടോ, ആമിനായി അബു. ആടിനെ വളർത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആട്. ഞാൻ അങ്ങ് ആകുമ്പോൾ ഒരാട്ടും കൂടെ കെട്ടും. ഞാൻ ഒരാടിനെയും കൂടെ മേടിക്കും ഇൻഷാ അല്ലാ. ഇവളെ ഞാൻ കൊടുക്കൂല, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഇതിനൊരു കഥയുണ്ട് എന്ന് പറഞ്ഞില്ലേ. ഇവളെ ഞാൻ നിർത്തിയേക്കും ഇൻഷാ അല്ലാ. അടുത്ത സ്കൂൾ ഉറപ്പാകുമ്പോൾ ഇവളെ ഗർഭിണിയാവേണമെന്നുണ്ടെന്നെങ്കിൽ ഇവളെ മക്കൾ അങ്ങനെയാണ്. ഞാൻ ഇവരെ സ്കൂൾ ഉറപ്പിന് മക്കൾക്കൊരു സമ്പാദ്യത്തിന് വേണ്ടിയാണ് നിർത്തിയേക്കണം. പക്ഷെ 2 ക്ടാക്യൂട്ടിയെ കിട്ടിയാൽ നല്ലതാണ്. കാരണം പെൺകുട്ടി
കുറച്ച് വളർച്ച കുറഞ്ഞിരിക്കും. പക്ഷെ ആൺകുട്ടികൾ പുളിയരിയൊക്കെ കൊടുത്ത് നന്നായിട്ട്, പെൺകുട്ടികൾ ഇത്തിരി ഒരു 7-8 മാസമൊക്കെ കഴിഞ്ഞേ നന്നായി കയറി വരുള്ളൂ. പിന്നെ ഇവർ മേയുന്നതുകൊണ്ട് എനിക്കും പ്രശ്നമില്ല. ഞാൻ വന്നാൽ അങ്ങ് വന്ന മക്കളേന്ന് വിളിച്ചാൽ എൻ്റെ സ്വരം കേട്ടാൽ നല്ല കരയും. വീട്ടിൻ്റെ മണ്ടയിൽ നിൽക്കുന്നത് അപ്പോഴേ ഞാൻ അഴിച്ചിറക്കും. പിന്നെ നോക്കിയപ്പോൾ വൈകിട്ടാകുമ്പോൾ ഒരു എന്തൊരു പറിച്ച് തിന്ന് വയറുപ്പിച്ച് സുന്ദരി കുട്ടിയായിട്ട് നിൽക്കും. അപ്പോൾ ശരി മക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. എൻ്റെ ആടിനെ കാണിച്ചാൽ അന്ന് ടൂണ് വന്നുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും കേൾക്കാൻ പറ്റിയില്ല. ഇതൊക്കെയാണ്. പിന്നെ നല്ല വാലിനൊക്കെ നെടുപ്പമുള്ള നല്ല ആടിനെ നോക്കി മേടിക്കണം. ഇതുണ്ടോ മയിൽപ്പീലി? വലിപ്പിടിച്ച് വലിക്കല്ലേ മക്കളെ? ഉണ്ടോ മയിൽപ്പീലി പോലെ ഇരിക്കും വാല് കണ്ട. പിന്നെ കുളിക്കാൻ പോണു മക്കളെ. ശരി എന്നാ, അസ്സലാമു അലൈക്കും.